കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിക്കൊപ്പം കുടികൊള്ളുന്ന ദേവിയാണ് വസൂരിമാല. ദാരികൻ്റെ പത്നിയായ മനോദരിയാണ് വസൂരിമാല എന്നാണ് ഐതിഹ്യം. ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ശ്രീഭദ്രകാളി ദാരികനെ യുദ്ധത്തിൽ വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതീവ ദുഃഖിതയായ ദാരികാപത്നി മനോദരി കൈലാസ സമീപത്ത് പോയി പരമശിവനെ സമീപിക്കുകയും ശ്രീ പാർവതിയുടെ നിർബന്ധപ്രകാരം ശിവൻ മനോദരിക്ക് മുമ്പിൽ പ്രത്യക്ഷരാവുകയും ചെയ്തു. മനോദരി വരമായി ആവശ്യപ്പെട്ടത് വസൂരി വിത്തുകളായിരുന്നു. തുടർന്ന് ശിവൻ തൻ്റെ വിയർപ്പുതുള്ളികൾ മനോദരിക്ക് നൽകി ഇപ്രകാരം പറഞ്ഞു: "നീ ഇത് കൊണ്ടുപോയി മനുഷ്യരുടെ മേൽ തളിക്കുക, നിനക്ക് വേണ്ടതെല്ലാം മനുഷ്യൻ നൽകുമെന്ന് അരുളി ചെയ്തു." ഭദ്രകാളി തൻ്റെ ഭർത്താവിൻ്റെ ഛേദിച്ച ശിരസ് കയ്യിലേന്തി വേതാളപ്പുറത്തേറി ശിവഗണങ്ങളോടൊപ്പം വിജയവേരി മുഴക്കി വരുന്നതാണ് മനോദരി കണ്ടത്. ഈ കാഴ്ച കണ്ട് മനോദരിക്ക് കോപം ഇരട്ടിക്കുകയും കയ്യിലുണ്ടായ വിയർപ്പുതുള്ളികൾ ഭഗവതിയുടെ മേൽ തെളിക്കുകയും ചെയ്തു. ഭദ്രകാളിയുടെ ശരീരത്തിൽ വിയർപ്പുതുള്ളികൾ പതിഞ്ഞ ഭാഗത്തെല്ലാം വസൂരി പൊങ്ങുകയും ക്ഷീണിച്ചവശയാവുകയും ചെയ്തു. ഇതറിഞ്ഞ് കോപിതനായ ശിവന്റെ കണ്ടത്തിൽ നിന്ന് പിറവിയെടുത്ത പുറത്തു വന്ന ഖണ്ഡാകർണനെ ഭദ്രകാളിയുടെ വസൂരി മാറ്റാനായി നിയോഗിക്കുകയും ചെയ്തു. ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ കാൽപാദം മുതൽ കഴുത്തുവരെ വസൂരിക്കുരുക്കൾ നക്കിത്തുറച്ചില്ലാതാക്കി. എന്നാൽ മുഖത്തെ വസൂരിക്കരകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഖണ്ഡാകർണനെ സഹോദരസ്ഥാനീയൻ ആയതിനാൽ മുഖത്തോട് മുഖം ചേർക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഭദ്രകാളി തടഞ്ഞു. തുടർന്ന് ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ നിർദ്ദേശപ്രകാരം മനോദരിയെ അവരുടെ മുന്നിലെത്തിക്കുകയും കോപാകുലയായ ഭദ്രകാളി അവരുടെ കണ്ണും ചെവിയും കാലും വെട്ടിമാറ്റി. "ഇനി നീ ഒരിക്കലും കണ്ടും കേട്ടും ഓടിയും നടന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുതെന്ന് ശാസിച്ചു. പിന്നീട് തൻ്റെ തെറ്റുകളേറ്റു പറഞ്ഞ മനോദരിയിൽ അലിവ് തോന്നിയ പരാശക്തി അവർക്ക് വസൂരിമാല എന്ന പേര് നൽകി സന്തത സഹചാരിയായി കൂടെ വാഴിക്കുകയും ചെയ്തു.